നമ്മൾ ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ശരിയാണെന്ന് ഉറപ്പുവരുത്തിയാൽ തന്നെ ഈ ലോകത്ത് ഒരുപാട് സമാധാനം ഉണ്ടാകും. നമ്മൾ അസത്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കും. ഈ അലറി വിളിക്കുന്ന അവതാരകരുള്ള പല ചാനലുകളും ഈ സമയത്ത് കാണാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന യാദികളാണ് അവറ്റകൾ. അവർക്ക് യാതൊരു ആത്മാർത്ഥതയും ഇല്ല. ഇങ്ങനെ അലറി വിളിച്ച് യുദ്ധം യുദ്ധം യുദ്ധമെന്ന് വിളിച്ച് ലോകത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി റേറ്റിംഗ് കൂട്ടുക എന്നത് മാത്രമാണ് അവറ്റകളുടെ ലക്ഷ്യം. നമ്മളൊരു കാര്യം പ്രചരിപ്പിക്കുമ്പോൾ അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതാണോ അതോ വെള്ളം ഒഴിക്കുന്നതാണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട അത്യാവശ്യമുണ്ട്. ഈ സമയത്ത് പ്രത്യേകിച്ചും സത്യം മാത്രമേ നമ്മൾ പറയൂ, ബോധിപ്പിക്കൂ എന്ന് ഉറപ്പുവരുത്തിയാൽ നമ്മൾ പലപ്പോഴും കള്ളങ്ങൾ പറയാതിരിക്കും. നമുക്ക് തിരിച്ചറിവുണ്ടാകും. നമ്മൾ മൗനത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ചും തുടങ്ങും. എന്ത് കാര്യം പറയുമ്പോഴും ഞാൻ പറയുന്നത് ഒരു ഒപ്പീനിയൻ അല്ല, അതൊരു ഫാക്റ്റാണ് എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ നമ്മൾ പലതും പറയാതിരിക്കും. ഇപ്പം തന്നെ നമ്മൾ പ്രചരിപ്പിക്കുന്ന പല വാർത്തകളും പല കാര്യങ്ങളും അതൊരു ഫാക്റ്റാണോ അതോ ആരുടെയോ അവരുടെ ജാതി മത രാഷ്ട്രീയ അടിസ്ഥാനമായ ഒപ്പീനിയനാണോ നമ്മൾ പങ്കുവയ്ക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ സമയത്ത് എരുതിയിലെ വെള്ളം ഒഴിക്കുന്നവരെയും എണ്ണ ഒഴിക്കുന്നവരെയും തിരിച്ചറിയാനായാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ വളരെ സമാധാനം ഉണ്ടാകും. നമ്മുടെ ലോകം സമാധാനപൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ ചിന്തകൾ അങ്ങനെയുള്ളതാകണം. അപ്പോൾ തീർച്ചയായിട്ടും സത്യം പറയുന്നവരെയും കള്ളം പറയുന്നവരെയും തിരിച്ചറിയുകയും എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരെ അൺഫ്രണ്ട് ചെയ്യാനും അൺഫോളോ ചെയ്യാനും തീരുമാനിക്കുകയും ചെയ്താൽ തന്നെ സമാധാനം നമുക്ക് മനസ്സിലുണ്ടാക്കാൻ പറ്റും. യുദ്ധക്കെടുതികൾ എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.